ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാൻ കാണിക്കുന്നത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം മസാല ഷവായ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു മസാല ഷവായ എന്ന് പറയുന്നത്. മസാല ഷവായ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കേരള ടേസ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ള കുറച്ച് മസാല കുറച്ച് കൂടിയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നാടൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. സാധാരണ നമുക്ക് ഷവായ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓവനിലോ ഒക്കെ ഇതാക്കിയിട്ട് എടുക്കണം. ഇതങ്ങനെയല്ല, നമ്മൾ പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തും കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. നിങ്ങൾക്ക് എത്ര വലിയ പീസായിട്ട് വേണമെന്നുള്ളത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഫുൾ ചിക്കൻ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ സ്കിന്നോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. അപ്പോൾ സ്കിന്ന് ഒരുവിധ ആൾക്കാർക്കെല്ലാം സ്കിന്നായിട്ട് കിട്ടാൻ പണിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കിന്ന് പോക്കിയിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു മസാല ഷവായ ആക്കാനുള്ള അതിൻ്റെ മസാല ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് എരിവില്ലാത്ത നാട്ടിൽ കിട്ടുന്ന നമ്മളെ കാശ്മീരി മുളകാണിത്. അത് ചെറിയ പീസാക്കി മുറിച്ചെടുത്തതാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് വേണം, ഒരു 10-15 എണ്ണമൊക്കെ എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ സൈസുള്ള ചെറിയുള്ളി ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ചെറിയുള്ളി അല്ല ഇട്ട് എടുത്തത്, ഞാൻ ഇന്ത്യൻ ഉള്ളി തന്നെ ചെറിയ സൈസുള്ള നോക്കിയിട്ട് എടുത്തതാണ്, ചെറിയുള്ളി ഇല്ല. അപ്പോൾ അതാ ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പം അരക്കുന്നതുകൊണ്ട് നമ്മൾ മുഴുവനോടെ ഉള്ള തന്നെ ഇടലാണ് നല്ലത്. ഒരു 10 എണ്ണോളം വലിയ വെളുത്തുള്ളി എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 5-6 പീസ് ഇഞ്ചി എടുത്തിട്ട് കേട്ടോ. 2 ഇഞ്ച് കഷ്ണത്തിൽ എടുത്താൽ മതി. പിന്നെ അതാ തക്കാളി വേണം, ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ഞാൻ മുറിച്ച് വെച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് വേണം കേട്ടോ, ഒരു ചെറിയ കൈപ്പടി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് സുർക്കാണ് കേട്ടോ, വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്, അതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ പൊടികളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ മുളക് പൊടി, നമ്മളിപ്പോൾ എരിവിനൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തത്, നിങ്ങൾക്ക് 2-3 ഒക്കെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു നുള്ളു മതി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇനി വേണ്ടത് ഗരം മസാലയാണ്, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല വീട്ടിൽ പൊടിക്കുന്നതായതുകൊണ്ട് 1/2 ടീസ്പൂൺ, നിങ്ങൾ വാങ്ങുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ അതാ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കേണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതേപോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട, ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ അപ്പം എടുത്തു വെച്ച ആ ഒരു ക്ലീൻ ചെയ്ത ചിക്കൻ അതെടുക്കുക. അത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള പീസായിട്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ. ഒരു ചിക്കൻ ഒരു 5-6 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഗ്രേവി എന്ന് പറയാല്ലേ, ഇതിനൊരു മസാല ഗ്രേവി അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മസാല തേച്ച് വെക്കണം കേട്ടോ. എല്ലാ പീസിൻ്റെ മേലെ ഈ മസാല നന്നായിട്ട് തേച്ച് വെക്കുക. ഇനിയിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് നമ്മളിട്ട ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് റെഡി ആണോ എന്നുള്ളത്. ഉള്ളിയും പച്ചമുളകും ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടി വരും. നമ്മൾ ചേർത്ത ഉപ്പ് പോരാൻ തോന്നിയോണ്ടാണ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇനി ഈ മുളക് പൊടിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഒരുവിധം വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ ചോദിക്കുന്നുണ്ട്, ഈ അറബിക് ഡിഷസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് എരിവിന് എന്താ ചേർക്കുക എന്ന് കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ടത് അറബിക് റൈസസ് എന്നൊക്കെ പറയുന്നത് തീരെ എരിവില്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ. അവർക്ക് സ്പൈസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനിലൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആ ഒരു എരിവ് ചേർക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് സ്പൈസസ് കുറവാണ്, നമ്മൾ എരിവുള്ള ഭക്ഷണം അവർക്ക് കുറവാണ്. പിന്നെ റൈസിലൊന്നും അങ്ങനെ മന്തി, കബ്സ, ബുഹാരി അല്ലെങ്കിൽ മജ്ബൂസ് ഇങ്ങനത്തെ റൈസിലൊന്നും അങ്ങനെ നമ്മൾ ചേർക്കണ പോലെ എരിവ് അങ്ങനെ ചേർക്കൂല കേട്ടോ. അതുകൊണ്ടാണ് അതിനൊന്നും ഞാൻ റിപ്ലൈ തരാത്തത്. അപ്പോൾ ഇത് നമുക്ക് ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ ഓവർനൈറ്റ് അല്ല വെച്ചത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ആ ചിക്കനെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ ഈ തേച്ച് വെച്ച ആ ഒരു ചിക്കനൊക്കെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്, ഇതിൽ തന്നെ നല്ലോണം വെള്ളം വരും കേട്ടോ. കാരണം ഈ അരച്ച ഗ്രേവി നന്നായിട്ട് വെള്ളത്തോടു കൂടിയാണ് വരിക നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ. കാരണം അതിൽ ഉള്ളി തക്കാളി ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല, മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഇതിൻ്റെ മസാല ബാക്കിയുള്ളത് അതും കൂടെ ഇതിലേക്ക് വടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ മസാല ഒന്നും തീരെ ഒഴിവാക്കരുതേ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തര കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് വേണ്ടിയത് കേട്ടോ. ഞാനിവിടെ ഈ ഒരു കുക്കറിൽ 2 വിസിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും. കുറച്ച് പഴയതായ കുക്കറൊക്കെ ആണെങ്കിൽ 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചാൽ മതി. 2 പ്രാവശ്യം വിസിലടിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് ഇടുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ കറക്റ്റ് പാകത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചെറിയ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ അത് 2 വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്താണ്. അതുപോലെ തന്നെ ഗ്രേവി കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി തന്നെ അതിലുണ്ട്. നമ്മൾ വെള്ളം നോക്കാണ്ട് നിന്നിട്ടും അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇല്ല, കണ്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി മാറ്റുക, അതേപോലെ തന്നെ ഈ ഒരു ചിക്കൻ്റെ പീസും മാറ്റണം കേട്ടോ. അതെങ്ങനെ മാറ്റാമെന്നുള്ള കാണിച്ചു തരാം. ഞാനിപ്പോൾ വേറൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാന് പോലത്തെ വെച്ചാലും മതി. ഞാൻ കുഴിയുള്ള വെച്ചാന്ന് വെച്ചാൽ എങ്ങനെ ആയാലും ഇത് അടുപ്പിലേക്ക് തെറിച്ച് വൃത്തികേടാവും. അപ്പോൾ കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് വെച്ച് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിൽ അത് ചേർക്കുക. എല്ലാം നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ ഏത് ടൈപ്പ് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആ ഒരു പീസസ് മാത്രം ഇട്ട് കൊടുത്തിട്ട്, ചിക്കൻ്റെ പീസസ് മാത്രം ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ തീയൊക്കെ കൂട്ടി തന്നെ വെച്ചോ, കാരണം കരിഞ്ഞു പോകണ്ട. ഒരു മീഡിയം തീനെക്കാട്ടിലും കുറച്ചും കൂടെ അധികം തീ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വെന്ത ചിക്കനാണ്, നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ എണ്ണയിൽ കിടന്ന് നമ്മളിതൊന്ന് മൊരിയിക്കുന്ന സമയത്താണ് ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒരു പച്ചമണം ഇല്ലാണ്ട് കിട്ടുക. നമ്മൾ വെറുതെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു പച്ചമണത്തോട് കൂടിയാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ അതാ ആ ഒരു ഫസ്റ്റ് ട്രിപ്പിലിട്ട എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതാ ബാക്കിയുള്ള രണ്ട് പീസും കൂടെ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ ചട്ടിയിലേക്ക് തന്നെ ആ ഒരു കുക്കറിലുള്ള ബാക്കി ഗ്രേവി ഇല്ലേ, അത് മൊത്തത്തിൽ വടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ഗ്രേവിയിലാണ് നമ്മൾ ഈ ഒരു ഷവായ ചിക്കൻ എന്ന് പറയുന്നത് അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിന് തന്നെ നമ്മളൊരു മീഡിയം തീയിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വറ്റിക്കലല്ല, ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കവർ ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തെറിക്കും. അപ്പോൾ അതാ നമ്മളെ മസാല ഷവായൻ്റെ ആ ഒരു മസാല നന്നായിട്ട് കുറുകി വന്നാണ്. ഒരുപാട് ഇട്ട് കുറുക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചിക്കൻ്റെ മേലെ പുരട്ടി കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കട്ടിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് ഇതാവണ്ട, നമ്മളിങ്ങനെ കയ്യിലോണ്ട് എടുത്ത് നോക്കിയാൽ ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത്രയും മതി, ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മസാല എല്ലാ ചിക്കൻ്റെ മേലെ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതിനെ ഒരു മസാല ഷവായ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഗ്രേവി ഇതിൻ്റെ മേലുണ്ടാവും. പക്ഷെ ഞാൻ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കണ്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേറെ നമുക്ക് കറിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അതിൻ്റെ കൂടെ വേറൊരു കറിയോ അല്ലെങ്കിൽ സാല അങ്ങനത്തെ ഒന്നും വേണ്ട. ഒരു ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതിൽ ഓൾറെഡി ഈ ഒരു ഗ്രേവിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു തനി നാടൻ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഷവായ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അറബിക് സ്പൈസസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പൈസസ് ഇല്ല. നമ്മൾ ജീരകപ്പൊടിയും അതുപോലെ തന്നെ പാപ്രിക്ക അങ്ങനത്തെ ഒക്കെ സാധനം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തനതായ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ച്, ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ട് വേവിച്ചതുകൊണ്ട് ഒരു കേരള ഷവായ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷവായ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ്, ഒരു തനി നാടൻ ചിക്കൻ റോസ്റ്റ് ഒക്കെ പോലെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കോക്കനട്ട് ദോശ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. രാവിലെ തന്നെ അരച്ച് വെച്ചതാണ് ഈ ഒരു കോക്കനട്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ ചോറും അരിയും തേങ്ങ ആണ് കൂടുതലുള്ളത്. ബാക്കി ഇതിൻ്റെ പകുതി എടുക്കൽ. എന്നിട്ട് ചെറിയ ചെറിയ നമ്മൾ തട്ടുദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു കോക്കനട്ട് ദോശ രണ്ട് രീതിയിലും ഉണ്ടാക്കും കേട്ടോ. ഒന്നുകിൽ കവർ ചെയ്ത് തിരിച്ചിടാണ്ട് വേവിച്ചെടുക്കുക, വലിയൊരു മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഞാനിത് തിരിച്ചിട്ടിട്ട് തന്നെയാണ് വേവിക്കല്. അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് ആയാൽ ഞാൻ തിരിച്ചിട്ട് കൊടുക്കലുണ്ട്. രണ്ട് ഭാഗം ഒന്ന് മുരിച്ചിട്ടാണ് ഞാൻ എടുക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രം വേവിച്ചിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ ഹോൾസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അത് ഫെർമെൻറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ അരച്ച് വെച്ചാൽ മതി. ഇപ്പോൾ അത് നമ്മൾ ആ ഒരു മസാല ഷവായൊക്കെ വിളമ്പുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ട്. പിന്നെ ആണെങ്കിൽ ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ തിന്നാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് വെച്ചത്. മുഴുവൻ തോടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു നാടൻ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോക്കനട്ട് ദോശ ഉണ്ടാക്കിയത് കേട്ടോ. പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തായാലും ഇതിൻ്റെ കൂടെ പൊളിക്കും. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അതാ ഇന്ന് ഉണ്ടാക്കിയ ഈ രണ്ട് കോംബോ ഞാൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പ് തരാം, എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളി കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചിക്കനൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.